SM ഷാ, ഇന്ത്യയിൽ നിന്ന് ചാടിപ്പോയ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സയ്യദ് മുഹമ്മദ് ഷാ. സാറ് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ടാണ് ഫോട്ടോ കാണുന്നത്. ആള് സുന്ദരൻ. വൃത്തികെട്ടതയാളുടെ പ്രവൃത്തിയാണ്. ഷാ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. വിമാനം ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് സാറിനെ കാണിച്ചത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാ പുള്ളിയെ കൈയോടെ പിടിക്കും. എന്തിന്? സാറെന്താ ഒന്നും അറിയാത്ത പോലെ? സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് ഇടപാടും അടക്കം ബോംബെയിലും ഡൽഹിയിലും നടന്ന നിരവധി കൊലക്കേസുകളിലും പ്രതിയാണ് അയാൾ. പത്രത്തിൽ വായിച്ച അറിവായിരിക്കും. ഈ ഷായിക്കെതിരായി നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വല്ല കേസുണ്ടോ? ആൾ പിടികിട്ടാപ്പുള്ളിയാണെന്ന് രാജ്യത്തെ ഏതെങ്കിലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെന്ററിൽ നിന്ന് വല്ല നിർദ്ദേശവും കിട്ടിയിട്ടുണ്ടോ? ഇനി താൻ പറഞ്ഞ തരത്തിൽ ഷാ കുറ്റക്കാരനാണെങ്കിൽ തന്നെ വിമാനം ഇറങ്ങിയ അയാളുടെ പാസ്പോർട്ട് പരിശോധനയും സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞല്ലേ പുറത്തുവിട്ടിരിക്കുക? ഈ പരിശോധിച്ചവരൊക്കെ വിട്ടികളാണെന്നാണോ? അല്ലെങ്കിൽ കസ്റ്റംസും എക്സൈസും CBI അടക്കമുള്ള പോലീസ് വകുപ്പിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പരസ്യമായി വന്നിറങ്ങിയ ഇവനെ കുറിച്ച് അറിഞ്ഞു കാണില്ലേ? അവരെന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അത് ഷായുടെ പണത്തിന്റെ സ്വാധീനത്തിന്റെ ശക്തി ഉണ്ടാവും സർ. അത്രയ്ക്ക് ശക്തനായ ഒരുത്തനെ തനിക്ക് എന്ത് ചെയ്യാനോ കൂടൂ? സർ, ഞാനത് ചെയ്ത് കാണിക്കാം. നോ, യു കാൺ ഡു എനിത്തിങ്. താൻ വെറും ഒരു CI ആണെന്ന് ഓർക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ. ആ വൃത്തത്തിനുള്ളിൽ നിന്നാ മതി. മേലിൽ ഇത്തരം വിഡിതം പറഞ്ഞുകൊണ്ട് എന്റെ സമയം കളയാൻ വരരുത്. വയ്ക്കോ. Sahdev. Indra did tell me about you. She also recommended me your name. Hello? Sir. Sir, Sharjah call. Listen to me. Parayanudaya Kelku? Yes, sir. हाँ. परयानुदय केलकू, ये काम बहुत खतरनाक है, डेंजरस। हिम्मत वाला ही ये काम कर सकता है। सबसे जरूरी ये है कि वो लोग सच्चे और ईमानदार, ऑनेस्ट होने चाहिए, समझे? मसला आयो? सर, जो लोग मेरे साथ हैं, उन्हें अगर कुछ हो जाए तो मैं बर्दाश्त कर लेता हूं, लेकिन अगर मेरे साथ धोखा होगा तो वो बर्दाश्त नहीं होगा। यही अंडरवर्ल्ड का लॉ है। बाकी की बातें तुम्हें इंदिरा बता दे। मनसला आयो? यस सर। इंदिरा? सर। ओके सर। പുതിയ ബിസിനസ് അലയൻസ് ഉണ്ടായിട്ടുണ്ട്. ഷാ അതിനാ വന്നത്. കടൽ വഴിയുള്ള നമ്മുടെ ഓപ്പറേഷൻസ് മുഴുവൻ ഇനി ഈ പാർട്ടി നടത്തിക്കൊള്ളും. സീ പോർട്ടിൽ നമ്മൾ അവർക്ക് സാധനം എത്തിച്ചു കൊടുത്താൽ മതി. ഏതാ പാർട്ടി? അന്വേഷിക്കണ്ട. ഡിക്രൂസ് അവരെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട 4 പേരെ. டிப்ளமாக்கு விஸ்கி சீக்கிரம் നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു തീവ്രവാദി സംഘത്തിൽപ്പെട്ട ചിലർ ഇവിടെ എത്തിയിട്ടുള്ളതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഷായുടെ വരവിന് ഈ സംഘവുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നീ കേൾക്കുന്നുണ്ടോ? യെസ് യെസ്.
ഗൾഫിൽ നിന്ന് സ്വർണ്ണം ഇറക്കുക, പകരം ഡ്രഗ്സ് കയറ്റുക, കടൽ വഴിക്ക് ഈ ഓപ്പറേഷൻ നടത്തുന്ന തീവ്രവാദികൾക്ക് പ്രതിഫലമായി ആയുധം കൊടുക്കുക. അലക്സ് മനസ്സിലായോ? വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ഊഹിക്കുകയാണ് നീ. നിന്റെ ഒരു തരം ഒബ്സഷൻ. അല്ലെങ്കിൽ കമ്മീഷണർ പറഞ്ഞാണ് ശരി, നിനക്ക് വട്ട് നിന്റെ ഒപ്പന്റെ ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു. വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൂട്ടി ഭാര്യ വീട്ടിൽ പോയിരിക്കാം. ഇവിടെ ആരുമില്ല. നിനക്ക് എന്ത് വൃത്തികേടും പറയാം. കാര്യമില്ല. നിന്നെപ്പോലെ ഒരു നാറിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേടാ, ഞാൻ ഡിക്രൂസിന് മാത്രമുള്ളോളാ. അങ്ങേരുടെ വാക്കും കേട്ട് നിന്നെയൊക്കെ സൽക്കരിക്കാൻ കൂടെ വന്ന് എന്നെ പറഞ്ഞാ മതി. എന്നടേ നീ പെരിയ എന്നെ തൊട്ട കൊന്നളയും. താഴെയിടാൻ ഇടടി. കടപ്പുറത്ത് ഒരു ലോക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് സാർ ഈ പെണ്ണ്. അവിടെ കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങളുണ്ട്, ഡയമണ്ട് നെക്ലസ് അടക്കം. എന്റെ സംശയം ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എന്ത് ചോദിച്ചിട്ടോളൂ മിണ്ടുന്നില്ല. ഷീസ് ഹാർഡ് ആൻഡ് അഡമന്റ്. ഇനി സാറ് ചോദിച്ചാ ചിലപ്പോ. അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? സർ, ആ പോക്കറ്റടിക്കാരി ദേവു. ആദ്യം അവളെ പുറത്തേക്ക് മാറ്റ്. കടപ്പുറംകാരിയോട് ഞാൻ ചോദിക്കാം. പാടി ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ചാവണോടി നീയൊക്കെ. ഇങ്ങനെ കമ്പി പഴിപ്പിച്ച് മാംസം കരിച്ചിട്ട് കാര്യമില്ല ദാക്ഷായണി. ആ ഇലക്ട്രിക് ഷോക്ക് കൊടുക്ക്, അവള് പറയും. സത്യം പറഞ്ഞ് ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. സത്യം പറയാം സർ. ആരായിരുന്നു നിന്റെ കൂടെ നിന്ന് കുടിച്ചവര്? ആരാന്നറിയില്ല. കടലിൽ നിന്ന് എന്റെ അങ്ങേര് പറഞ്ഞു വെച്ചതാ. പിന്നെന്തിന് ബാറിൽ വെച്ച് നീ അവന്മാരുമായിട്ട് വഴക്കിട്ടു? കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ അതിലൊരുത്ത എന്റെ മേത്ത് കൈവച്ചു. ഞാൻ അത്രക്കാരല്ല സർ. പോലീസുകാരെ കണ്ടപ്പോ അവർ ഓടിക്കളഞ്ഞു. അങ്ങേരറിഞ്ഞ 4-നെയും കൊല്ലും. ആളെ കൊല്ലുന്ന നിന്റെ അങ്ങേരാരാടി? അവനിപ്പോ എവിടെയുണ്ട്? കടലിൽ. ഈ ആഭരണങ്ങളൊക്കെ നിനക്ക് ഡിക്രൂസ് എന്ന സമ്മാനമായിരിക്കും അല്ലേ? ഇതിന്റെ ബാക്കി ഇനിയും കാണുമല്ലോ. അതെവിടെയുണ്ട്? അല്ലെങ്കിൽ നിന്റെ ഇലക്ട്രിക് ഷോക്ക് വേണോ നിനക്ക്? ദാക്ഷായണി, എവിടെ പുറത്തേക്ക് കൊണ്ടുപോ. വേണ്ട സർ, ഞാൻ പറയാം.
ദാക്ഷായണിയസെ പറഞ്ഞ അറിയുന്നത്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും സാറിങ്ങനെ തനിച്ച് പലതും പറ്റിയിരുന്നെങ്കിലോ? പരിവാരത്തോടെ പുറപ്പെട്ടു വരുമ്പോഴേക്കും ഇവൻ മുങ്ങിയിരിക്കും, പിന്നെ കണ്ടെന്ന് വരില്ല. നിന്റെ ബലമൊന്നും വാസിന്റെ അടുത്ത് വേണ്ട, കൈ കാണിക്കണം. സൂക്ഷിക്കണം. സ്റ്റേഷനിൽ എന്റെ ഷെൽഫിൽ വെച്ചേക്കും. സാർ